ഇന്നലത്തെ ഉപവാസം വരുത്തി ഞങ്ങൾ 5 പേര് ഇരുന്നത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ? പിന്നെ എന്താ ഈ വാർത്തകൾ? അല്ല, ജോസ് കെ മാണിയുടെ പേരിലല്ലേ ഇപ്പൊ ജാഥ നടത്തുന്നത്? ആര് പറഞ്ഞില്ലെന്ന്? അല്ല, അത് ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് ആര് പറയണം? ഞങ്ങളുടെ ഒരു പാർട്ടി, ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്, ഒരു ധാർമ്മികതയുണ്ട്. ആ ക്രെഡിബിലിറ്റിയും ധാർമ്മികതയും ഒരു കാര്യത്തും പണയം വെച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല. അതെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ചെയർമാൻ തന്നെ വ്യക്തമാക്കി. ഇന്നലെ പോലും പങ്കെടുക്കാത്തതിന്റെ കാരണം ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ലാത്ത കാര്യമില്ല. സർക്കാർ തുടരും, LDF സർക്കാരിൽ LDF-നൊപ്പം കേരള കോൺഗ്രസ് തുടരും തന്നെയല്ലേ അങ്ങയുടെ പോസ്റ്റിന്റെ അർത്ഥം? കേരള കോൺഗ്രസിന്റെ മാത്രമല്ല, LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും ധാരണയും ചിന്തകൾക്കും വ്യത്യസ്തമായ ഒരു ധാരണ ഉണ്ടാകേണ്ട കാര്യം എവിടെയുണ്ട്? അവിടെയാണല്ലോ പ്രശ്നം. ഇതിങ്ങനെ അഭ്യൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിന് അപ്പുറത്തോട്ട് രേഖകളോടുകൂടി പറയാൻ കഴിയുന്ന എന്തെങ്കിലും വേണ്ടേ? അതൊക്കെ വ്യക്തമാക്കിയില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പാർട്ടി ചെയർമാന്റെ കുറിപ്പിൽ ഇന്നിപ്പോൾ ഈ അവസ്ഥ പ്രസന്റ് ടെൻസിൽ അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനെക്കുറിച്ച് ആശങ്ക എന്റെ മുമ്പിലില്ല. ജോസ് കെ മാണിയുമായി സോണിയാഗാന്ധി ബന്ധപ്പെട്ടു എന്നെല്ലാം വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞില്ല കേട്ടോ. സോണിയാഗാന്ധി പറഞ്ഞില്ല. എന്നാല് എന്ത് വന്നാലും ഇല്ലല്ലോ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടല്ലേ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ അത് ആര് പറഞ്ഞിരിക്കുന്നു? ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അല്ല, പറയണ്ടേ ആരെങ്കിലും ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പോകാന്ന് പറയണ്ടേ? അങ്ങനെ വരുന്ന സന്ദർഭത്തിലേ അതിന് പ്രസക്തിയുള്ളൂ. എന്റെ നിലപാടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി തുടരുന്നു. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഭാഗമായി കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ആ നിലയിൽ പോകുന്നവർക്ക് എവിടെയാണ് അഭ്യൂഹങ്ങൾ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നേരിടാൻ പറ്റുമോ? എല്ലാ MLA-മാർക്കും അവരുടെ മണ്ഡലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടത്താനുണ്ട്. എന്നെ അങ്ങനെ ആരും സമീപിക്കത്തില്ലെന്ന് ജോസ് കെ മാണി ഒരു നിലപാടുള്ളവനെ അങ്ങനെ വെറുതെ കയറി സമീപിക്കാൻ പറ്റുമോ? ഇതെന്താ പറയുന്നത്? ഞങ്ങളെല്ലാം സൗഹൃദമുള്ളവരാ, ആരോടും വിദ്വേഷമില്ല, അടുത്ത സൗഹൃദമുള്ളവരാ. അത് വ്യക്തിപരമായ സൗഹൃദവും സ്നേഹവും എന്നും തുടരും.